വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണ രീതിയിൽ മാറ്റം വരുത്തി മുന്നണികൾ. വോട്ട് ബാങ്കുകളായ സമുദായ നേതാക്കളെയും ചെറുസംഘങ്ങളെയും നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ദേശീയ നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച ശേഷം കലാശക്കൊട്ട് കൊഴുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് മുന്നണികൾ. വാഹന പ്രചരണ ജാഥകൾക്കും മണ്ഡലം കൺവെൻഷനുകൾക്കും ശേഷം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് സമുദായ സംഘടനാ നേതാക്കളെ ഉൾപ്പെടെ കാണാനുള്ള തിരക്കിലാണ്. അതേസമയം മുന്നണികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തകൃതിയായി നടക്കുന്നുമുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ പരമ്പരാഗത വോട്ടുകൾ കൊണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് 3 മുന്നണികൾക്കും. അതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി വോട്ടുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. 3 മുന്നണികളും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ പത്തനംതിട്ടയിലെ വിജയം പ്രവചനാതീതമായി തുടരുകയാണ്. പരമാവധി ദേശീയ നേതാക്കളെ എത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധിയുടെ വരവോടെ UDF ക്യാമ്പ് ആവേശത്തിലായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ മുഖ്യ പ്രചരണ വിഷയമാക്കി തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രചരണം. 2 തവണ കൈവിട്ട മണ്ഡലം കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് LDF. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശബരിമല വിഷയം മുഖ്യ പ്രചരണമാക്കി ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ വിജയിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇതിനിടയിൽ PC ജോർജിന്റെ വരവോടെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാമെന്നും BJP കരുതുന്നു. NSSും SNDPയും പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാത്തത് BJPയെ ആശങ്കയിലാക്കുന്നുണ്ട്. VA ഗിരീഷ്, 24, പത്തനംതിട്ട.